ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ചുള്ള കരസേനാ മുൻ മേധാവി എം നരവനെയുടെ വെളിപ്പെടുത്തൽ ലോക്സഭയിൽ ഉന്നയിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കം തടഞ്ഞ് ഭരണപക്ഷം. ചൈനീസ് കടന്നുകയറ്റവും ഭരണവീഴ്ചയും ഉയർത്തി സർക്കാരിനെ കടന്നാക്രമിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം. പ്രതിരോധം തീർക്കാൻ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും കിരൺ റിജിജുവും നേരിട്ടിറങ്ങി. ഭരണ പ്രതിപക്ഷ വാഗ്വാദങ്ങളിൽ ലോക്സഭ 3 തവണ തടസ്സപ്പെട്ടു. Please. Kalyan ji. A young colleague over there made an allegation against the Congress party about our patriotism, and this is from the memoir of Army Chief Naravane. This is about when 4 Chinese tanks were entering Indian territory. They were taking a ridge in Doklam. He's not leading. He's on the front. ये गारंटीड ऑथेंटिक है. इसमें नारावाने जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है. इसमें सब लिखा है. और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नारावाने जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में बोला है. के माध्यम से ये पूछना चाहता हूँ सर राजनाथ सिंह is getting exercise because his name is going to be spoken just now. प्रकाशित हुई है या नहीं हुई है, केवल मैं एक प्रश्न का जवाब इनसे चाहता हूँ. वो मैगजीन की रिपोर्ट है, नरवणे जी ने नहीं कहा. इतना बोल दे. रिकॉर्ड पर बोले कि नरवणे ने कहा है. रक्षा मंत्री जी इतना ही कह रहे हैं कि नरवणे जी की पुस्तक को आप रिफर कर रहे हो, तो वो प्रकाशित हुई या नहीं हुई वो स्पष्टता करें. नरवणे की रिपोर्ट नहीं है, नरवणे का पुस्तक नहीं है, इतना स्पष्टता करे. मैगजीन तो कुछ भी लिख सकता है. വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുന്നു ഡൽഹിയിൽ നിന്നും. പി ആർ സുനിൽ, ഇന്ന് ലോക്സഭയിൽ കണ്ടത് പ്രതിപക്ഷത്തിന്റെ വിഫലമായ ശ്രമമാണോ? ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറി നരവനെയുടെ പുസ്തകത്തിലെ ഉള്ളടക്കം എന്താണെന്ന് ഗാൽവൻ താഴ്വരയിൽ സംഭവിച്ചത്? എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വം ഒരു സന്ദിഗ്ധമായ ഘട്ടത്തെ കൈയൊഴിഞ്ഞത് എന്നത് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുകയാണ്. അരുൺ, 2020 ഓഗസ്റ്റ് മാസത്തിൽ ചൈനീസ് ടാങ്കുകൾ വലിയ പട്ടാള അകമ്പടിയോടുകൂടി ഇന്ത്യൻ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ അതിനെ നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയില്ല എന്ന് വിമർശിക്കുന്ന മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പുതിയ പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് കാരവൻ മാഗസിനിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലേഖനമാണ് ഇന്ന് ലോക്സഭയിൽ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പങ്കെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഈ വിഷയം ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചതും അതിനെ ശക്തമായി എതിർക്കാനാണ് ഭരണപക്ഷം ശ്രമിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രാഹുൽ ഗാന്ധിയെ നേരിട്ടു. അച്ചടിക്കാത്ത, ഇതുവരെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ അത് വസ്തുതയാണോ എന്നറിയില്ല. അക്കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ചട്ടപ്രകാരം സഭയിൽ ഉന്നയിക്കാനാകില്ല എന്ന് അമിത്ഷായും രാജ്നാഥ് സിംഗും വ്യക്തമാക്കി. ഇതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വലിയ വാഗ്വാദമായിരുന്നു ലോക്സഭ കണ്ടത്. 3 തവണയാണ് ഇതേ തുടർന്നുള്ള ബഹളത്തിൽ ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. എന്നാൽ ഈ വിഷയം താൻ ഉന്നയിക്കുക തന്നെ ചെയ്യും എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിന്നു. ഇത് ദേശീയ താൽപര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സൈന്യത്തിലെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഈ വിഷയം മറച്ചുവെക്കാനാകില്ല, ഇത് താൻ ഉന്നയിക്കുക തന്നെ ചെയ്യും, ഇത് രാജ്യ താൽപര്യമാണ് എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തതോടെ വലിയ ബഹളമായി. അങ്ങനെ ഇന്ന് ലോക്സഭാ നടപടികൾ നാളത്തേക്ക് പിരിയുകയായിരുന്നു. ഏതായാലും ഈ വിഷയം വളരെ ശക്തമായി തന്നെ നാളെയും സഭയിൽ ഉന്നയിക്കാൻ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുക. ഏതായാലും അതിനെതിരെ ശക്തമായി നീങ്ങാൻ ഭരണപക്ഷം ശ്രമിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രക്ഷുബ്ധ കാഴ്ചകൾ തന്നെയായിരിക്കും നാളെയും ലോക്സഭ കാണാൻ പോകുന്നത്. അരുൺ, താങ്ക് യു പി ആർ സുനിൽ.